അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ഒരാളാണ്. അധികം പഠിപ്പും അറിവൊന്നും ഇല്ലെങ്കിലും സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തെന്നെ ന്യായങ്ങൾ നിങ്ങൾ നിരത്തി വെച്ചാലും നിങ്ങൾ സ്വയം മാറാതെ, ആ മാറ്റങ്ങൾ ഞാൻ കാണാതെ നിങ്ങളിൽ വിശ്വസിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല. അതായത് ഇപ്പോൾ സുപ്രഭാതത്തിനെങ്കിൽ സുപ്രഭാതത്തിൻ്റെ, സമസ്തയാണെങ്കിൽ സമസ്തയുടെ ആ വ്യത്യാസങ്ങൾ അനുഭവിക്കണം. അനുഭവിച്ചിട്ട് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയിൽ ഓടി വന്ന് കയറുന്ന ആൾ, ഫസ്റ്റിലത്തെ ആൾ ഞാനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്രയും ഞാൻ സമസ്തനെ സ്നേഹിക്കുന്നു. സുപ്രഭാതത്തെ സ്നേഹിച്ചിരുന്നു, ഇപ്പോൾ വെറുക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല. കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു, LDFൻ്റെയും UDFൻ്റെയും ഒക്കെ പരസ്യം കൊടുക്കാമെന്നൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത്, എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ശരിയായിരിക്കാം. എന്താണ്, ഈ LDF ആണ് ഭരിക്കുന്നതെങ്കിലും UDF ആണ് ഭരിക്കുന്നതെങ്കിലും അവർക്കൊരു ഭരിക്കുന്ന പാർട്ടിക്ക് അത് ഗവൺമെൻറ് പരസ്യങ്ങൾ കൊടുക്കും. അതായത് ആ ഭരണത്തിൻ്റെ പ്രോഗ്രസ്, അവരുടെ നേട്ടങ്ങളൊക്കെ ആയിട്ട് ആ പാർട്ടിയല്ല ആ ഗവൺമെൻറ് പരസ്യം കൊടുക്കും. അതിലൊന്നും അത്ര അപകടമല്ല. കാരണം വെച്ചാൽ ആ നേട്ടങ്ങളൊക്കെ ഓരോന്ന് എഴുതിയിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അതൊരു വിഷയമല്ല, കാരണം അയാൾ മുഖ്യമന്ത്രിയായിട്ട് ആണ് വരിക, അതിലുണ്ടാവുക. അതത്ര അപകടമല്ല. അതാവാം, അത് ചെയ്തുകൊണ്ടും വലിയ കുഴപ്പമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ രീതി പൈസ ഇല്ലെങ്കിലൊക്കെ അതൊക്കെ ചെയ്യാം. പക്ഷേ ഇലക്ഷന് വരുമ്പോൾ അത് നമ്മുടെ പത്രത്തിന് അത് ഭൂഷണമല്ല, സത്യത്തിന് നിരക്കുന്നതല്ല. ഞാൻ ഇപ്പോൾ അടുത്തിടെ അറിഞ്ഞത് മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രേ സുപ്രഭാതത്തിന് പരസ്യം കൊടുക്കാം, പക്ഷേ നമ്മൾ എതിരാളിയുടെ പരസ്യം വരാൻ പാടില്ല. അതൊരു ആണുങ്ങളുടെ തീരുമാനമാണ്. അതാണ് സത്യത്തിൻ്റെ തീരുമാനം. ആ ഒരു അത്രക്കും ഇതുപോലും നമ്മൾ കാണിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ തായോ എന്ത് പൊട്ടത്തിലാണ് ഞങ്ങൾ എഴുതിക്കോളാം. എന്നിട്ട് ഇപ്പോൾ പിണറായിയുടെ ഫോട്ടോ കൊടുത്തിട്ട് താഴെ അത് ജിഫ്രി തങ്ങളാണെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? അപ്പോൾ റോങ് സന്ദേശങ്ങൾ കൊടുക്കുക. അതായത് അവർ തട്ടങ്ങൾ അഴിപ്പിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് തട്ടിട്ട് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഒരു മെസ്സേജ്, അതേപോലെയുള്ള മെസ്സേജ്, അതൊക്കെ അതേപോലെ ആണ്ട് കൊടുക്കുക. എന്ത് പത്രത്തിൽ എന്നെപ്പോലുള്ള പാവങ്ങളെ നിന്ന് പൈസ മേടിച്ചിട്ട് എന്തിനു വേണ്ടി, സമുദായത്തിന് വേണ്ടിയിട്ട് മേടിച്ച പൈസ കൊടുത്തുണ്ടാക്കിയ പത്രം, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഒരു 10 പൈസ ചിലവില്ല, നേട്ടങ്ങളേ ഉള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി ഒത്താശ ചെയ്തിട്ട് നിങ്ങളത് കൊടുക്കുക, എന്നിട്ട് സമുദായത്തെ വഞ്ചിക്കുക. അതൊക്കെ കൂടാതെ ഏതാണ് ഈ സമയത്ത് ഏറ്റവും അപകടകരമായ സമയം. ആ സമയത്ത് ലീഗിനോട് പല എതിർപ്പോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എനിക്കുണ്ട്. ഈ വഫിയ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും ആദ്യം അവർ ഒഴിവാക്കിയിട്ട് SNEC ആക്കിയത് ആളാണ് ഞാൻ. കാരണം അത്രക്കും ഞാൻ സമസ്തനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തോന്നുന്നത് അത് ശരിയല്ലായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ലീഗിനോടുള്ള തെറ്റ് ഒക്കെ ഉണ്ടാവാം, കാരണം രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ പല തെറ്റുണ്ടാവും. അതിന് ഇപ്പം നാൾ ഞാൻ MT സാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ചിലപ്പോൾ പാമ്പുണ്ടാവും, എലി ഉണ്ടാവും, ഇതുണ്ടാവും. അതിനൊക്കെ പിടിക്കേണ്ട പോലെ പിടിക്കുക, കൊല്ലണ്ടതിനെ കൊല്ലണം, മറ്റേ കുടുക്ക് വെച്ച് എടുക്കുന്നതിന് കുടുക്ക് വെച്ചെടുക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ എന്ന് വെച്ചിട്ട് ആ പെരക്ക് തീ കൊടുക്കലല്ല, നിങ്ങൾ ചെയ്യുന്നത് ആ പെരക്ക് തീ കൊടുക്കലാണ്. അത് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. അതിനാരൊക്കെ സപ്പോർട്ട് ചെയ്താലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ലീഗിന് ഒരുപാട് കോട്ടങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പണ്ട് കാലത്ത് ആയുധങ്ങളിപ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ സംഭവം ശരിയായിരിക്കാം, ചിലപ്പോൾ കോട്ടങ്ങളാവും. ഇതേ വ്യത്യാസം സമസ്തക്കുണ്ട്. നിങ്ങൾ നമ്മുടെ സ്വന്തം കാലിലെ മന്ത് കാണാതെ മറ്റുള്ളവരുടെ മന്തിനെ നോക്കിയിട്ട് പരിഹസിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം ഏതെങ്കിലും കാലഘട്ടത്തിൽ സമസ്തയിലത്തെ പണ്ഡിതന്മാർ, മുഷാവർ അംഗങ്ങൾ മൈക്കിൻ്റെ മുന്നിൽ പോയിട്ട്, ഒരുപാട് പത്രപ്രവർത്തകർ മുന്നിൽ പോയിട്ട് കോൺഗ്രസിനേക്കാൾ നല്ല മാർക്സിസ്റ്റാണ്, അതിനേക്കാൾ ഇത് നല്ല ഇതാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ അവരുടെ ഒരു സദസ്സിലേക്ക് നമ്മളെ ക്ഷണിച്ചു, ഓക്കെ, ചിലപ്പോൾ ഒരു പ്രതിനിധി എന്നുള്ളതിൽ നമ്മൾ പോകേണ്ടി വരും. അത് മാന്യമായിട്ട് പോയിട്ട് പോരണം.
അവിടെ പോയിട്ട് അവരവിടെ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് കോമഡി പോലെ നിസ്കരിക്കുക. ഇതാണ് ഏറ്റവും നല്ലതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോമഡി പോലെ ഒരു കോമാളിയായിട്ട് നിസ്കരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യരുത്, ഇത് സമസ്തക്കും ദോഷം ചെയ്യും എന്ന് പറയാൻ, ചങ്കൂറ്റത്തോടു കൂടി പറയാൻ, അല്ലെങ്കിൽ പറയാനല്ല പറഞ്ഞിട്ടുണ്ടാവും പലരും, പക്ഷേ അതിനെ നിർത്താൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള നേതൃത്വം നമുക്കുണ്ടായില്ല. അതേപോലെ ഓരോ പത്രത്തിലും ഓരോ സ്റ്റേറ്റ്മെന്റ് സമസ്തയുടെ എന്നുള്ള പോലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പോഴൊക്കെ അതല്ല ശരി, അങ്ങനെ പറയാൻ പാടില്ല, സമസ്തരല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായി ചെയ്തോളൂ, പക്ഷേ അതിന് സമസ്തനെ ഉപയോഗിക്കരുത് എന്ന് അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ട് അതിന് പറ്റിയ ഒരു ഇതുണ്ടായില്ല. അത് പലപ്പോഴും പറയുന്നുണ്ട്. എപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ട്, അതായത് ഇത് സംഭവിച്ചിട്ട് എത്രയോ കഴിഞ്ഞിട്ട് ജനങ്ങളുടെ പ്രഷർ വരുമ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ട്. നേരെ മറിച്ച് ലീഗിൽ ആരെങ്കിലും എന്തെങ്കിലും സമസ്തനെ പറ്റി പറഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നൊക്കെ തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് അതിന് ഒരുപാട് അർത്ഥങ്ങളുള്ള പോലെ രീതിയിൽ പല രീതിയിൽ മറുപടി കൊടുക്കുക. അപ്പോൾ ഒരു പണ്ഡിതന്മാർക്ക് ചേർന്ന ഒരു പ്രവൃത്തികളൊന്നുമല്ല ഈ സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ ഷെയ്ത്താൻ എപ്പോഴും മറ്റേ നല്ല അറിവുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മളിത് സമുദായത്തിന് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ആ ദീന് നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് LDFന്റെ പരസ്യം ഏതാണ് ഈ സമയം, ഇത് ലോക്സഭാ ഇലക്ഷനാണ്, ഇത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. ഇതല്ല, ഈ ലോക്സഭയിൽ ഇവർക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. ഈ ലോക്സഭയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ലീഗിന് അല്ലെങ്കിൽ ആ കോൺഗ്രസിന് 10 സീറ്റ് എങ്ങനെയും കൂടുതൽ കിട്ടോ, ഇനിയിപ്പോൾ പരസ്യം നമ്മൾ കൊടുത്തിലും വേണ്ടില്ല, സൈലൻ്റായി നിന്നാലും മതി. അപ്പോൾ ഒരു ദ്വയാർത്ഥം വെച്ചിട്ടുള്ള കളി കളിക്കാതെ നമ്മളെ അണികളെ കടിഞ്ഞാണിട്ടിട്ട് നിങ്ങൾ അതിനെപ്പറ്റി നമ്മുടെ സ്ഥാപനമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സംഘടനയോ ഉപയോഗിച്ച് നിങ്ങൾ ഒന്നും പറയാതെ മാധ്യമങ്ങൾ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റുള്ള ഒരു നേതൃത്വം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു ചങ്കൂറ്റം ഉള്ള ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവരിലേക്ക് അതിൻ്റെ നേതൃത്വം എത്തണം. എത്തുമ്പോൾ എന്തായി, ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മളെ നേതൃത്വത്തിന് ചിലപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുക, അവർ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിച്ചു പോകണം നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ നമ്മളുടെ നേതൃത്വത്തിന് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടിട്ട് അള്ളാഹുവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാവുന്ന ഒരു നേതൃത്വം നമുക്ക് സമസ്തയിൽ വേണം. അങ്ങനത്തെ സമസ്തയിൽ വരുമ്പോൾ ആ നേതൃത്വം സുപ്രഭാതത്തിനെ കടിഞ്ഞാണിടും. നേതൃത്വം സുപ്രഭാതം നമുക്ക് ഒരുപാട് എഡിഷൻ ഉണ്ടാക്കലല്ല നമ്മൾ ആവശ്യം. നമ്മൾക്ക് ഒരുപാട് എഡിഷൻ ഉണ്ടാക്കലും ഒരുപാട് രാജ്യങ്ങൾക്ക് പോലും ആവശ്യം. നമ്മൾക്ക് അതിൻ്റെ ഈ സമസ്തയുടെ ലേബലിലുള്ള ഒരു പത്രമാകുമ്പോൾ അതിൻ്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ചിട്ട് അതിന് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു പത്രം. ആ പത്രം വായിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നണം ഇത് സമസ്തയുടെ ഒരു പത്രമാണ് എന്ന് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഇജ്ജത്തുള്ള ഒരു പത്രം. അതാണ് നമുക്ക് വേണ്ടത്. ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് വരെ നിങ്ങൾ പറയുന്നത് ഒന്നും ഞാൻ ചെവിക്കൊള്ളില്ല. അത് എൻ്റെ കണ്ണിൽ കാണണം. ഈ വ്യത്യാസം, നിങ്ങളുടെ ഈ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കണം. അപ്പം നിങ്ങളിലേക്ക് ഞാൻ ഓടി വരും. ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അള്ളാഹുവിന് തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള അങ്ങനത്തെ ഒരു മാറ്റം ഈ സമസ്തയിൽ, നല്ല ഏറ്റവും ഹൈറായൊരു മാറ്റം ഈ സമസ്തക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സുപ്രഭാതത്തിനും അതുപോലെ നല്ല രീതിയിൽ ഈ സുപ്രഭാതത്തെ കൊണ്ടടക്കാനുള്ള കഴിവ് അതിൻ്റെ ആൾക്കാർക്ക് ഉണ്ടാവട്ടെ. ഇതുപോലുള്ള ഈ അഴുക്കുകൾ കുറേ ഉണ്ട്, അതൊക്കെ നീങ്ങി നല്ല ഹൈറായ ഏറ്റവും അള്ളാഹുവിന് ഭയപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുന്ന, ഏറ്റവും സമുദായത്തെ സ്നേഹിക്കുന്ന, വഞ്ചിക്കാത്ത നല്ല നേതൃത്വം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.